രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് കുറയ്ക്കുന്നതിനും ആഭ്യന്തര ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി അത്യാവശ്യമല്ലാത്ത ഉൽപ്പന്നങ്ങളുടെയും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാൻ സാധിക്കുന്നതുമായ സാധനങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിക്കുവാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ അടുത്ത ആഴ്ച ചേരുന്ന വിവിധ മന്ത്രാലയങ്ങളുടെ സംയുക്ത യോഗത്തിൽ ഈ വിഷയം പ്രധാനമായും ചർച്ച ചെയ്യും. ആവശ്യമായി വന്നാൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതി വർദ്ധിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഭാഗികമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനോ സർക്കാർ തയ്യാറായേക്കും. തുടർച്ചയായ വിദേശ നിക്ഷേപ നിരാസവും വിദേശ പ്രത്യക്ഷ നിക്ഷേപത്തിലെ മന്ദഗതിയും കാരണം രാജ്യത്തിന്റെ പണമിടപാട് സന്തുലിതാവസ്ഥയിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ വ്യാപാര കമ്മി മാർച്ചിലെ 20.7 ബില്യൺ ഡോളറിൽ നിന്ന് ഏപ്രിലിൽ 28.4 ബില്യൺ ഡോളറായി ഉയർന്നിരുന്നു. ഇതോടൊപ്പം അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവിലേക്ക് കൂപ്പുകുത്തി 96.5 രൂപയിൽ എത്തി നിൽക്കുകയാണ്. എന്നിരുന്നാലും നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും വിതരണ ശൃംഖലയും ബാധിക്കാത്ത രീതിയിൽ വളരെ കൃത്യമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമേ ഇറക്കുമതി നിയന്ത്രണങ്ങൾ നടപ്പിലാക്കൂ എന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ധനകാര്യം, വാണിജ്യം, മറ്റ് പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥർ അടുത്തയാഴ്ചത്തെ യോഗത്തിൽ പങ്കെടുക്കും. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പല സാധനങ്ങളും നിലവിൽ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് രൂപയുടെ മൂല്യത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. കുറഞ്ഞ നിലവാരമുള്ള എന്നാൽ ഗുണനിലവാരമില്ലാത്ത സബ്സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും നിയന്ത്രിക്കപ്പെടും. ഇറക്കുമതി നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ വിവിധ മന്ത്രാലയങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും രാജ്യത്ത് തന്നെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഒഴിവാക്കാൻ വ്യാപാരികളോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ സ്വർണം, വെള്ളി എന്നിവയുടെ ഇറക്കുമതി ചിലവ് കുറയ്ക്കുന്നതിനായി സർക്കാർ കസ്റ്റംസ് ഡ്യൂട്ടി 15% ഉയർത്തുകയും വെള്ളി ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു.